എനിക്ക് ചോറ് വന്നോ ആനിവേഴ്സറി ആയിട്ട് മറന്നുപോയി. ഇനി ചോദിച്ചിട്ട് തരണ്ട. അങ്ങനെ സ്വീകരിക്കത്തില്ല. ഞങ്ങളിത് സ്വീകരിക്കില്ല. ആദ്യം സംസാരിക്കല്ലേ. അങ്ങനെ ഞങ്ങൾ വേണ്ട കേക്ക് മുറിക്കാൻ പോലെ ഷെഫിയെ അപ്പൂസേ പാടൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതാണ് വിളിച്ചെന്നെയാ മാവയ്ക്ക്. ഞാൻ നോക്കട്ടെ. സൂപ്പറാണാ? താങ്ക് യു മുത്തേ. ഇഷ്ടായോ? ഇല്ലാത്തൊരു കളറാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഡിസംബർ 24. നോക്ക് ക്യാമറ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നേക്ക് 18 വർഷമാവുന്നു. 2006 ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേന്ന്. അപ്പൊ എല്ലാരും ഓർക്കുന്ന ഒരു സംഭവമാണ് 26 എന്ന് പറയുന്നത്. ആരും മറക്കൂല കേട്ടോ. അപ്പം അങ്ങനെ 18 വർഷമായി. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ അല്ലേ. അപ്പൊ ഇന്ന് ഓഫ് ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി ടൈമിലാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വലിയ ആഘോഷങ്ങളായിട്ടൊന്നുമില്ല. ഷെഫി പോയിട്ട് രാവിലെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണിയും അതുപോലെ മട്ടനും ഉണ്ട്. മട്ടൻ കറി വെക്കണമെന്ന് പറഞ്ഞ് കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ പായസമുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. മട്ടനും ഇതൊക്കെ രാത്രിയിലത്തേക്ക് എടുക്കാനും. ഉച്ചയ്ക്ക് ബിരിയാണി അതുപോലെ പിന്നെന്താ എന്നിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവധിയാണ്. അപ്പൊ നമുക്ക് പുറത്തു പോയിട്ട് ഡിന്നർ പോയി കഴിക്കാം. അപ്പൊ ഇന്ന് പോകാൻ പറ്റില്ല, ഇന്ന് ഡ്യൂട്ടി അല്ലേ. അപ്പൊ ആ ഡിന്നർ കഴിക്കാൻ പോകുന്ന എല്ലാം കൂടെ ചേർത്ത് ഒരു കുഞ്ഞു വ്ളോഗാണ് അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ? ഒന്നും ഞങ്ങൾ എന്തിനാ കിച്ചണിലിട്ട് 2 പേരുടെ കൊച്ചിന് ഇന്ന് കുക്ക് ചെയ്യുമ്പോൾ വേഗം കഴിക്കണം. 2 പേർക്കും ഡ്യൂട്ടിക്ക് കയറേണ്ടതല്ലേ. അപ്പം ഞങ്ങൾ ആദ്യം ചോറിനുള്ള പരിപാടികൾ നോക്കുവാണ് കേട്ടോ. ചോറ് വെച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് പോണം. തിരിച്ച് ഇനി പോയിട്ട് വരുമ്പോ തന്നെ ഇപ്പൊ തന്നെ ആ മണി 10 ആയി. ഇനി പോയിട്ട് വരുമ്പം 3 മണിയാവും. 1 മണിക്ക് 12 മണിക്ക് അല്ല 1 മണിക്ക് കയറിയാൽ പിന്നെ 3 മണിക്കാ. അപ്പൊ ആ നേരം കൊണ്ട് എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ട് വേണം പോവാന് ഇല്ലേ. അപ്പൂസിന്റെ കുഞ്ഞൊരു ഗിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൂസ് ഗിഫ്റ്റ് മേടിച്ചു വന്നപ്പോ അബ്ദുള്ളക്ക് പരാതി. അബ്ദുള്ള ഞാനൊന്നും വാങ്ങിച്ചു വന്നില്ല, നിങ്ങൾ എന്നാ മാരേജിന് വിളിച്ചില്ല, ഇത് ബാഡ് ഫാമിലിയാണ്, ഇത് ഗുഡ് ഫാമിലി അല്ല, അപ്പൂസിനെ മാത്രം പിന്നെ കല്യാണത്തിന് മാരേജിന് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അത് വാപ്പ പറഞ്ഞു ഓക്കെ മോനിക്ക് ഒരു പെർഫ്യൂം വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. അബ്ദുള്ള എഴുന്നേറ്റ് അങ്ങനെ ഷെഫി അബ്ദുള്ള അടുത്തോട്ട് പോയി കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ഡ്യൂട്ടിയും ആകെയുള്ള ഒരു അവധി ദിവസവും അതൊക്കെയേ ഉള്ളു വീഡിയോ ഇടാൻ. പിന്നെ എന്തായിരുന്നു നമ്മുടെ ഇതില്ലേ ലഞ്ച് ബോക്സ് ഒന്നും എനിക്ക് റെഡിയാക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടെ ഉച്ച വരെ ഉള്ളു സ്കൂൾ. ഒള്ളി സ്നാക്സ് ബോക്സേ ഉള്ളു. പിന്നെ അമാനു ആണെങ്കിൽ സ്കൂളിൽ അങ്ങനെ സ്നാക്സ് ഒന്നും കൊണ്ടുപോകത്തില്ല. ആകെ അബ്ദുള്ളയുടെ ഉള്ളു. അപ്പൊ എനിക്ക് കണ്ടന്റുകളൊക്കെ വളരെ വളരെ ക്ഷാമമാണ്. ഇനി നാട്ടിൽ 2 വർഷം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പോവാം. അപ്പോഴേ ഉള്ളു കണ്ടന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാന് ഉള്ളി വേഗം പൊളിക്കട്ടെ. ബിരിയാണി ടൈം ആകുമ്പോ കാണാം. ബിരിയാണി ടൈമല്ല, ബിരിയാണി ഞാൻ കുക്ക് ചെയ്തത് കാണിക്കാട്ടോ. ഞാൻ വേഗം ഒന്ന് പൊളിക്കട്ടെ. അങ്ങനെ ഞാൻ ഈ ബിരിയാണിയുടെ മസാല ആദ്യം റെഡിയാക്കുന്നത് കേട്ടോ. ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരകമാണ് പൊട്ടിക്കുന്നത്. അതിനുശേഷം സവാള ഇടുന്നുണ്ട്. സവാള നന്നായിട്ടൊരു വാടിയതിന് ശേഷം പിന്നെ ചുമന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെയാണ് വഴറ്റുന്നത്. അത് വാടിയതിന് ശേഷം പിന്നെ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വാടിയതിന് ശേഷമാണ് മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മസാല ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഇടത്തില്ല, മല്ലിപ്പൊടി ഇടത്തില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇടുന്നത് പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും അതുപോലെ മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി ഇടില്ല, മല്ലിപ്പൊടി ഇടത്തില്ല. അങ്ങനെ എനിക്ക് ഈ മഞ്ഞ കളറിലാണ് ബിരിയാണി കൂടുതൽ ഇഷ്ടം കേട്ടോ. നിങ്ങളും ഇങ്ങനെയാണോ വെക്കുന്നത് അതോ നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് കമൻറ്റ് ഇടണേ കേട്ടോ. അപ്പം ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നല്ല മഞ്ഞ കളറിലിരിക്കും ചോറ്. എന്നിട്ട് പിന്നെ കുറച്ച് തൈരോട് ഇടും.
അതിനുശേഷം പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കും, അതുപോലെ പിന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം അതിനകത്തിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, ഞാൻ ഇറച്ചി പ്രത്യേകമാണ് വേവിക്കുന്നത് കേട്ടോ. അത് കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ആ വെന്ത ഇറച്ചി ഈ ഒരു മസാലയിലോട്ട് തട്ടിയിട്ട് കുറച്ച് നേരം ആ ഒരു ചാറൊന്ന് പറ്റുന്നത് വരെ ഒന്ന് അടുപ്പിൽ വെക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയാണ് നോക്കേണ്ടത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ജീരകശാല അരിയാണ് എടുക്കുന്നത്. ജീരകശാല അരിയാണല്ലോ വെക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ജീരകശാല അരി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പൈസസ് പൊട്ടിക്കുവാണ്. അതിന് ശേഷം ഇനി നമ്മൾ ആ ഊറ്റി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. വെള്ളം ഞാൻ ഓൾറെഡി ചൂടാക്കി വെച്ചിരുന്നു കെറ്റിലിനകത്ത്. അതിലേക്ക് ഇനി എനിക്ക് നല്ല ജലദോഷമുണ്ട് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കിടക്കുമ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാ നീര് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്യ് നമ്മളതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാനൊരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെക്കുവാണ്. കാരണം എനിക്ക് പോകാൻ ടൈം ആയതുകൊണ്ട് ഞാൻ ഷെഫി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് പോകാനുള്ള ടൈമായി കേട്ടോ. അപ്പം ചോറ് ഞാൻ ഷെഫിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. പോയിട്ടൊന്ന് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് അല്ലേ ഷെഫിയെ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ, കാരണം കയറേണ്ട ടൈമായി. അപ്പം ഇതാണ് ഓഫ് ദിവസമായാലേ സമാധാനത്തിൽ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മട്ടൺ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇതുവരെ ഷെഫി കിച്ചണിൽ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ദമ്മടിക്കാനുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ ഷേന ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ദമ്മടിക്കുന്ന ജോലി എന്നെ ഏൽപ്പിച്ച്. അങ്ങനെ നമ്മൾ ആദ്യം മസാല ഇടുന്നു. എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുക. അപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഇറങ്ങാറായി. അതിനിപ്പോൾ ദമ്മടിച്ചിട്ട് പോയി കഴിഞ്ഞാലേ വരുമ്പോൾ സെറ്റാക്കിയിരിക്കുമല്ലോ. ഇനി നമ്മൾ ചോറിട്ട് റെഡിയാക്കി വെക്കുന്നു. മസാല ഇട്ട് ചോറിടുന്നു ആദ്യം. അങ്ങനെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടെ മസാലയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വെക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ സെറ്റപ്പ്. അങ്ങനെ നമ്മൾ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബിരിയാണിയുടെ ദമ്മ്. ഞാനേ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നാട്ടോ. അതോ യൂണിഫോം പോലും അഴിച്ചില്ല. നമുക്കൊരു 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കണം. അവർക്ക് ചോറ് കൊടുത്തിട്ട് നമ്മൾ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യും. ഓൾറെഡി 3:30 മണിയായി. ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ 3:30 മണിയാണ്. അപ്പോൾ ഞാൻ അവർക്ക് ചോറ് എടുക്കാൻ പോവാണ്. ഷെഫിയായിരുന്നു ദമ്മൊക്കെ അടിച്ചത് കേട്ടോ. ഞാനിവിടെ ഇല്ലായിരുന്നേ. വേണ്ട നമ്മുടെ ബിരിയാണി കണ്ടോ. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് ഇറക്കി കൊടുക്കാമേ. ഇവിടെ അങ്ങനെയാണ്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് ഫ്രണ്ട്സുകളൊക്കെ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ മണി 4 ആവും. ഇനിയിപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കണം. മട്ടൻ കറി ഇതേടെ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ മട്ടൻ റെഡി ആക്കണം. പായസം ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള ടൈമിൽ ഓടി വന്ന് കുറച്ച് കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ചോറ് ഇടട്ടെ. ഞങ്ങൾ താണ്ട ചോറിനാൻ പോട്ടോ. അപ്പൂസേ പിന്നെ 4 മണി ഞാൻ പറഞ്ഞില്ലേ 4 മണിയാവും ഞങ്ങൾ ചോറ് കഴിക്കാനും. പിന്നെ മട്ടൻ കറിയും പായസം ഒന്നും ഉണ്ടാക്കിയില്ല. ചോറാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പായസമൊക്കെ ഉണ്ടാക്കാൻ. ഷെഫി ചോറ് കഴിച്ചോ? കൊള്ളാന്നല്ലല്ലോ ഷെഫി. ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? എനിക്ക് ചോറ് തന്നോ ആനിവേഴ്സറി ആയിട്ട്? മറന്നുപോയി. ഇനി ചോദിച്ചിട്ട് തരണ്ട. അങ്ങനെ സ്വീകരിക്കത്തില്ല. ഞങ്ങളിത് സ്വീകരിക്കില്ല. ആദ്യം സംസാരിക്കല്ലേ. അങ്ങനെ 18 വർഷമായി ഈ കൂട്ടിട്ട് തുടങ്ങിയിട്ട്. ഇണങ്ങിയും അത് പറയാത്തല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പൊട്ടിച്ചിട്ട്. അതെല്ലാ ഫാമിലിയിലും ഉണ്ടല്ലോ അല്ലേ. ഇന്ന് അമാൻ അങ്ങനെ ട്യൂഷന് പോയില്ല. അമാന് ട്യൂഷൻ ഉണ്ടായിരുന്നു, പോയില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ കഴിക്കുമ്പോൾ എന്തായാലും താമസിക്കുക. എന്നാലും ഞാൻ പറഞ്ഞത് കഴിക്കുന്ന സമയത്ത് കാണണമല്ലോ. അതുകൊണ്ട് 3 മണിക്ക് അവന് ട്യൂഷനേ. 3:30-4 മണിയാണ് ഞങ്ങൾ കഴിക്കാനേ. ഇന്നൊരു ദിവസം പോകണമെന്നാ മതി. ഞങ്ങൾ ഇന്ന് അമ്മ ലീവ് എടുത്തിരിക്കുകയാണ്. പപ്പടത്തിനൊന്ന് ബിസി ആട്ടോ. ഞങ്ങള് 2 പേരുവേ ചെറിയ ഓരോരോ കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങള് എപ്പോൾ തരും?
അത് ഞങ്ങൾ പായസത്തിന്റെ ടൈം ആവും അല്ലേ? സ്വീറ്റ് കഴിച്ചിട്ടാണല്ലോ, കേക്കില്ല. ഡ്യൂട്ടി ഒക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പോയിന്റ് വന്നാലേ അപ്പൊ പായസം ഒക്കെ കുടിച്ചിട്ട് ഞങ്ങള് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇല്ലേ ശരിയേ? ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിച്ചണിൽ വന്ന് ഫുള്ള് പണിയായിരുന്നു കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് കപ്പ കേട്ടോ. അപ്പം കപ്പ മട്ടൻ ചാറ് കുറച്ചിട്ട് പറ്റിച്ചു പോലെ വെക്കുമല്ലോ. അപ്പം മട്ടനും പിന്നെ അത് കപ്പയും മട്ടനും നൈറ്റിലേക്ക്. അപ്പം പിന്നെ പായസം അടപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അടപ്പായസം സേമിയേക്കാളും ഇഷ്ടം അടപ്പായസമാണ്. അപ്പോൾ സമയമില്ലെങ്കിൽ ഞാനത് തപ്പി എങ്ങനെയെങ്കിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് ഞാൻ കാണിച്ചു തരാമേ. വേണ്ടോ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട പായസം. ഇത് പിന്നെ വേണ്ട കപ്പ. ഈ മട്ടൻ കറി വെച്ചിട്ടില്ല, ഇത് രണ്ടും ആക്കിയിട്ടുള്ളൂ. ഇനി മട്ടൻ ഉള്ളി എല്ലാം റെഡിയാക്കണം. പാത്രം കഴുകാനുണ്ട്. എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം ഡ്യൂട്ടിക്ക്. അപ്പോൾ എല്ലാം ഹരിയായിട്ട് ഞാൻ ചെയ്തിട്ട് വന്നിട്ടാണ് നമ്മൾ സ്വീറ്റ് കഴിച്ചിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കിച്ചൺ ജോലിയൊക്കെ ബാക്കി ചെയ്യട്ടെ. ഷേന, എന്തായി കാര്യങ്ങള്? എല്ലാം കഴിഞ്ഞാ? ജോലിയെല്ലാം കഴിഞ്ഞാ? എല്ലാം കഴിഞ്ഞു. കുഴഞ്ഞല്ലേ? കുഴഞ്ഞ്. പായസം ഒന്നും കണ്ടില്ലല്ലോ. വേണ്ട പായസം. അങ്ങനെ പായസം ഉണ്ടാക്കി. അടപ്പായസം അല്ലേ? പിന്നെ അടപ്പായസം അല്ലേ നിങ്ങളുടെ ഫേവറേറ്റ്? എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണത് അടപ്പായസം. ഇത്രയും ബിസി ആയിട്ട് തിരക്കായിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു. എങ്ങനെയുണ്ട് എന്റെ സ്നേഹം? അത് അടിപൊളിയല്ലേ? അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പാത്രങ്ങൾ ഇഷ്ടം പോലെ കഴിവാൻ ജോലി നല്ല ഉണ്ടായിരുന്നല്ലേ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത ജോലിക്ക് ടൈമായി. ഒറ്റയ്ക്കായി പോയി. മട്ടനെ ഞാൻ അങ്ങോട്ടൊന്നും തിരിഞ്ഞപ്പോഴത്തേനും മട്ടന്റെ അടിഭാഗം അതൊന്നും സാരമില്ല. അടുക്കി പിടിച്ച് ഇത് അതൊക്കെ ഇതിനകത്തുള്ളതാണ്. വെള്ളയാണ്. ഇനിയിപ്പോ അത്രയെല്ലാം കഴുകി വെച്ച് ഈ നിലവും കൂടെ തുടയ്ക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിനി പോയിട്ട് ഡ്യൂട്ടിക്ക് പോട്ടെ. ഞാനെങ്കിൽ ശരിക്കും പോട്ടോ. അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഞാനും പോയിട്ട് വരാം. ഡ്യൂട്ടിയുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ വന്നിട്ടില്ലേ സ്വീറ്റ് കഴിച്ച് നമ്മുടെ ഗിഫ്റ്റ് കൈമാറട്ടെ. അതൊക്കെ പിന്നെ ഇപ്പൊ സമയമില്ല. അപ്പൊ പോയിട്ടുണ്ട് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കാണിക്കാം. അതൊക്കെ കാണിക്കണ്ടേ ഗിഫ്റ്റ് അല്ലേ? അപ്പൊ ഡ്യൂട്ടിക്ക് പോവാണേ. തിരിച്ചു വന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അബ്ദുള്ള ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് ഇപ്പോഴാണ് റൂമിൽ വന്നതും 9 മണിയായി കേട്ടോ. അപ്പം ദാണ്ട് ഇനി ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാനുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ഡ്രസ്സൊന്നും പുതിയതൊന്നും വാങ്ങിച്ചില്ല അല്ലേ? ഇത്തവണ ഡ്രസ്സൊന്നും പുതിയത് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ പഴയ ഒരു ഡ്രസ്സ് എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടേ ഇപ്പം കേക്കുമായിട്ട് വന്നതാണ്. ഞങ്ങൾ കേക്ക് കട്ടിങ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പക്ഷെ സർപ്രൈസ് ആയിട്ട് കേക്കുമായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വേണ്ട കേക്ക് മുറിക്കാൻ പോലെ ഷെഫിയെ അപ്പൂസേ പാടൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇങ്ങനെ നീണ്ട ദാമ്പത്യത്തിന്റെ 18 വർഷങ്ങൾ ഞങ്ങൾ ഇതാ ആഘോഷിച്ചിരിക്കുന്നു അല്ലേ? ഞങ്ങള് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് കേട്ടോ. ഓപ്പൺ ആക്കി നോക്ക്. ടീഷർട്ടാണ്. ചെറിയ കുഞ്ഞ് ആനിവേഴ്സറി അല്ലേ അപ്പൂശിബി? ടീഷർട്ട് ജോർദിയാനയുടെ ടീഷർട്ട് ഇഷ്ടായോ? ഇഷ്ടമായി. ഇല്ലാത്തൊരു കളറാണ്. ഇനി എന്റെ ഗിഫ്റ്റ് തരൂ. ഓക്കെ, എടുത്തോളൂ. ഓപ്പണാക്കി നോക്ക്. താങ്ക് യു.
ഉമ്മിയുടെ റിങ് നോക്കിയേ. സൂപ്പർ കേട്ടോ. ഇനി ഇതെന്തിനാ ഷാനത്തേക്കാ? ഷോണത്തിന് ഉമ്മിക്ക് എന്തിനാ തരുന്ന? ഇതെന്തിനാ ഉമ്മിക്ക് തരുന്ന? ആനിവേഴ്സറിയാ? ഇതെന്റെ അബ്ദുള്ളാന്റെ ഗിഫ്റ്റ് ആട്ടാ. ഒരു പെർഫ്യൂം ആണ്. ഇത് ഓപ്പൺ ആക്കണാ? അബ്ദുള്ളേന്റെ ഗിഫ്റ്റ് തുറക്കാൻ പറ്റുന്നില്ലല്ലേ? ഓ, തുറക്കാൻ പറ്റുന്നില്ല. ഓ, ഞാൻ നോക്കിക്കോളാം. നല്ല മണം കേട്ടാ. ഓക്കെ, ഇതാണ് മേടിച്ചെന്നെയാ മാവയ്ക്ക്. ഞാൻ നോക്കട്ടെ. സൂപ്പറാണാ? താങ്ക് യു മുത്തേ. താങ്ക് യു മാവേ. വെൽക്കം. അമ്മാന്റെ ഗിഫ്റ്റ് ഉമ്മിക്കും വാപ്പിക്കും. അഹമ്മദ് മഗ്രിബിയുടെ ഒരു ഗിഫ്റ്റ് ബോക്സ്. താങ്ക് യു. അമ്മാടെ ഉമ്മ എടുക്ക്. ഉമ്മാടെ വാപ്പാടെ ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ഒക്കെ കണ്ടല്ലോ. ഇനി ഞങ്ങളൊരു ഡിന്നർ പാർട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. ഒരു ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോ ഡ്യൂട്ടി ആയതുകൊണ്ട് ഡിന്നറിനൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഓൾറെഡി ഒരുപാട് ടൈം ലേറ്റ് ആയല്ലോ. അപ്പൊ ഞങ്ങള് നാളെ ഡിന്നർ പാർട്ടിക്ക് പോകും കേട്ടോ. അപ്പൊ നാളെ ഡിന്നറിന് പോയിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? വെജ് വേണോ നോൺ വെജ് വേണോ എന്ന് വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് നോൺ വെജ് മതി. അങ്ങനെ ഞങ്ങൾ നോൺ വെജ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വാ, വണ്ടി എടുക്കുക ചേട്ടാ. ഞങ്ങൾ ആദ്യം ഒരു പാർക്കിൽ പോയിരുന്നു കേട്ടോ. അപ്പൊ തണുപ്പ് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദേണ്ടേ എന്തേലും പറ എന്തേലും. ഒന്നും പറയാനില്ലേ? അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ കേട്ടോ. വാ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നോൺ വെജ് വേണോ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഈ ഒരു കോൾഡ് നല്ല വോയിസൊക്കെ ചേഞ്ച് ആയി കേട്ടോ. തണുപ്പും കൂടെ അടിച്ചപ്പോൾ തന്നെ. കഴിഞ്ഞ തവണ ഇവർക്കെല്ലാം പനിയായപ്പോൾ എനിക്ക് വന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത്തവണ എനിക്ക് പനിയായി. അങ്ങനെ ഞാൻ ആദ്യം ഒരു സൂപ്പാണ് ഓർഡർ ചെയ്തത്. നല്ല തണുപ്പത്തൊരു സൂപ്പ്, ചൂട് സൂപ്പ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ സൂപ്പിന് ശേഷം നമ്മൾ പിന്നെ അപ്പം, പൊറോട്ട, ചിക്കൻ കറി, അതുപോലെ ഫിഷ് കറി, ചിക്കൻ ലോലിപോപ്പ്, ഫലൂദ, കോഫി അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അബ്ദുള്ളയ്ക്കാണെങ്കിൽ അവിടെ വന്നപ്പം ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആൾ അപ്പവും ലോലിപോപ്പുമാണ് കഴിച്ചത് കേട്ടോ. ചിക്കൻ ലോലിപോപ്പുമാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഡിന്നർ പാർട്ടി, ഈ കുഞ്ഞു ഡിന്നർ പാർട്ടി ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും അധികമൊന്നും പുറത്തോട്ടൊന്നും പോയതും ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അബ്ദുള്ള അവിടുന്ന് ഒരു ചെറിയൊരു ടോയ് വാങ്ങിച്ചിരിക്കും. അബ്ദുള്ളയുടെ ടോയ് കാണിച്ചേ. കണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ആനിവേഴ്സറി ഡിന്നർ പാർട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അബ്ദുള്ള ഒരു സെക്കൻഡ്. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീണ്ടും എന്തെങ്കിലും ചെറിയ കണ്ടന്റുമായിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ കാണാം. നല്ല ജലദോഷമുണ്ട്. അപ്പൊ ഇനി പോയിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് സ്റ്റീമൊക്കെ എടുക്കണം. അപ്പൊ എല്ലാരോടും സ്നേഹം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ.